അവധിക്കായിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ ഇന്നത്തെ യാത്ര നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാകാം. പത്മതീർത്ഥത്തിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. പത്മനാഭൻ്റെ നടയിലെത്തിയപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സംശയമായി. അമ്മ ഇത് ഏതാ ക്ഷേത്രം, ഏതാ പ്രതിഷ്ഠ, അങ്ങനെ തുടങ്ങുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളും ദർശനം നടത്തി. കിഴക്ക് ഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിലൂടെയാണ് നമ്മൾ ഈ ശ്രീകോവിലിലോട്ട് പ്രവേശിക്കുന്നത്. ഇടനാഴികളായിട്ട് ഏകദേശം 365 തൂണുകളുണ്ട്. പ്രതിഷ്ഠയെക്കുറിച്ച് പറയാനാണെങ്കിലും നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന് 12,008 സാളഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത്. കടു ശർക്കരയോഗ കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 18 അടി നീളത്തിലാണ് പ്രതിഷ്ഠ ഉള്ളത്. 3 വാതിലിലൂടെയാണ് നമുക്ക് ദർശനം കിട്ടുന്നത്. ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും, നടുവിലെ വാതിലിലൂടെയാണെങ്കിലോ നാഭിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും, 3ാമത്തെ വാതിലിലൂടെ കാൽപാദത്തിനരികിൽ ലക്ഷ്മി ദേവിയെയും കാണാം. അനന്തശയ്യായ വിഷ്ണു ഭഗവാനാണ് പ്രതിഷ്ഠ. 3 വാതിലിലൂടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഭഗവത് ദർശനം നമുക്ക് ആ 3 വാതിലിലൂടെ തരുമ്പോൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്തെയാണ് ഇത് കുറിക്കുന്നത്. അങ്ങനെ എല്ലാ കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ വടക്കു പടിഞ്ഞാറ് വശത്തായിട്ടുള്ള അനന്തങ്കാട് ക്ഷേത്രത്തിൽ കൂടെ കയറിയാണ് പുറത്തോട്ട് വന്നത്. അനന്തങ്കാട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ തിരുവനന്തപുരം അറിയപ്പെട്ടിരിക്കുന്നത് അനന്തങ്കാട് എന്ന പേരിലാണത്രേ. മഹാവിഷ്ണുവിൻ്റെ ശയ്യായ നാഗരാജാവായി വസിച്ചിരുന്നത് ഈ ഒരു അനന്തങ്കാട്ടിലെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ അനന്തപുരമായി മാറി. അനന്തനോടുള്ള ബഹുമാനാർത്ഥമായാണത്രേ ഈ നമ്മുടെ അനന്തപുരം എന്ന പേര് വന്നത്. പിന്നീട് ഇത് തിരുവനന്തപുരം എന്ന പേരിലും അറിയപ്പെട്ടു. അങ്ങനെ തുടർന്ന് ഒരുപാട് കൊച്ചു കഥകൾ കുട്ടികൾക്ക് പറഞ്ഞ് നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ മേത്തമണി കണ്ടു. പിന്നെ മേത്തമണിയെക്കുറിച്ചായി കുട്ടികളുടെ ചോദ്യങ്ങൾ. അങ്ങനെ പത്മതീർത്ഥത്തിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ വഴിയോര കടകളും അതൊക്കെ ആയി. പിന്നെ അവരുടെ കണ്ണുകൾ കടയിലോട്ടുമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പത്മതീർത്ഥത്തിലുള്ള മീനുകളിലോട്ട് നമ്മുടെ നോട്ടം എത്തിയത്. മീനുകൾ ഇങ്ങനെ എന്ത് രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ പൊരിയൊക്കെ വാങ്ങിച്ച് മീനിന് കൊടുത്തു. അങ്ങനെ ഒരുപാട് കണ്ണിന് കുളിർമയുള്ള ഒരുപാട് കാഴ്ചകളായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞത്.